എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു പാനിപൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആച്ചിയുടെ പാനിപൂരി കിറ്റാണിത്. ഇതിൽ പൂരി പെല്ലറ്റ്സ് ഉണ്ട്, മിൻറ്റ് ചട്നി ഉണ്ട്, സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്നി ഉണ്ട്, പിന്നെ സീസണിങ്ങും ഉണ്ട്. അതിലെന്തോ ഒരു മസാലയുണ്ട്. നമ്മളിതിലെടുക്കേണ്ടത് 2 കിഴങ്ങും 1 സവോളയുമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. പിന്നെ ഇവിടെ അവർ സ്റ്റെപ്പായിട്ട് ഇട്ടിട്ടുണ്ട്, 5 സ്റ്റെപ്പ് ഉണ്ട്. അത് ഉണ്ടാക്കുന്നതിന് സ്റ്റെപ്പ് അവർ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വില വന്നിട്ട് 49 രൂപയാണ്. ചില കടകളിൽ 40 രൂപയാണ്. നമ്മളിവിടെ മേടിച്ചപ്പോൾ 49 രൂപയ്ക്ക് ആണ് കിട്ടിയത്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് വിചാരിച്ചാണ് ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളിതുവരെ മേടിച്ചില്ല. അപ്പോൾ ഇന്ന് നമ്മളത് ഉണ്ടാക്കുന്നത് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിവിടെ കിഴങ്ങ്, ഒരു 2 കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ സവോളയും മല്ലിയിലയും ചെറുതായിട്ട് കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് പൊട്ടിക്കാം. ഇതാ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാ ഒരു കിറ്റുണ്ട്, പിന്നെ വേറൊരു കിറ്റുണ്ട്. മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിക്കാവേ. ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു വലിയ പാക്കറ്റിൽ നിന്ന് ഇത്ര 3 സാധനങ്ങൾ, പിന്നെ ഈ ഒരു പാക്കറ്റും ഉണ്ട്. ഇതാണ് പാക്ക് 1. ഇതിലുള്ളത് പാനിപൂരികളാണ്. ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ബോൾ പോലെ ആവും. നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് നോക്കാം. ഇത് സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്നിയാണ്. ഇതിൽ വെള്ളം ചേർക്കേണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 60 ഗ്രാം ഉണ്ട്. പിന്നെ ഇതാണ് പാക്ക് 3. ഇത് മിൻറ്റ് ചട്നി പേസ്റ്റാണ്. ഇത് 30 ഗ്രാം ഉണ്ട്. ഇതിൽ നമ്മൾ ഒരു 250 ml വാട്ടർ ചേർക്കണം. ഇതാണ് അവരുടെ 4ാമത്തെ പാക്കറ്റ്. ഇത് നമ്മുടെ കിഴങ്ങിലൂടെ ചേർക്കാനായിട്ടുള്ളൊരു മസാലയാണ്. ഇത്ര ഐറ്റംസാണ്. ഇത് മാത്രമേ നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളൂ. പിന്നെ കിഴങ്ങും പുഴുങ്ങിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ചെറിയ പണി. അപ്പോൾ നമുക്കിത് വറുത്തെടുത്തിട്ട് കാണാം. നമ്മുടെ പാനിപൂരിയുടെ ബോൾസ് വറുക്കുന്നതിന് മുമ്പ് നമുക്ക് ബാക്കി ഈ കിഴങ്ങിലോട്ട് വേണ്ട സംഭവങ്ങളൊക്കെ ചേർക്കാം. നമുക്ക് ഇത് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മല്ലിയിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട ഈ ഒരു മസാല ചേർക്കാവേ. അപ്പോൾ മസാല പൊട്ടിച്ചിട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആ ഒരു മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം. 250 ml ഒരു കപ്പാണ്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ മിൻറ്റ് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതും ഈ മിൻറ്റ് ചട്നിയും സ്വീറ്റ് ടാമറിൻ ഡേറ്റ് ചട്നിയും പൊട്ടിച്ചൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കാണാം. നമ്മൾ മിൻറ്റ് ചട്നി 250 ml വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈന്തപ്പഴവും പുളിയും കൂടിയുള്ള ചട്നിയാണ്. അതിൽ വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളങ്ങനെ വെച്ചു. ഇനി നമുക്ക് പാനിപൂരി വറുത്തെടുക്കാം. പിന്നെ നമ്മുടെ കിഴങ്ങ് നമ്മൾ ആ ഒരു മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കളറൊക്കെ വന്നിട്ടുണ്ട് അതിന്. നമുക്ക് പാനിപൂരി വറുത്തതിന് ശേഷം കാണാം, വറുക്കാൻ നേരം കാണാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പാനിപൂരി ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മുഴുവനും ഉണ്ടാക്കിയിട്ട് കാണാവേ. ഇത് ബോളായിട്ട് വരുന്നത് കാണാൻ നല്ല രസമാണ്. ഇത് ചെറുതായിട്ടൊന്ന് നീണ്ടാണ് ഇരിക്കുന്നത്, നീളത്തിലാണ്. പക്ഷെ അത് ബോളായി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. എന്നാൽ കണ്ടോ, നല്ല വലിയ ബോളാകും. നമ്മൾ പെട്ടെന്ന് മാറ്റിയാലേ ചിലപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇതാ നല്ല രസമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങ് ബോളായി വരും. ഇത്രയും നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ, 25 പാനിപൂരി പെല്ലറ്റുകളാണ് ഉള്ളത്. കണ്ടോ, നല്ല രസമാണ്, ബോൾസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഹായ്, അപ്പോൾ നമ്മൾ പാനിപൂരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാമേ. നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്തു.
ഇവിടെ ആദ്യം ആ കിഴങ്ങ് ഫില്ല് ചെയ്തു. എന്നിട്ട് ഈ ഒരു ചട്നി, ഈന്തപ്പഴവും പുളിയും കൂടി ഉള്ളൊരു ചട്നി. പിന്നെ നമുക്ക് മിൻറ്റ് ചട്നി. ഇത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, കാരണം നല്ല എരിവായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാവേ. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കഴിക്കാത്തവർ ട്രൈ ചെയ്തോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.